ഈസ്റ്റ് എളേരി പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ തണൽ വയോജന സംഗമം സംഘടിപ്പിച്ചു. കടുമേനിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോലി ഉദ്ഘാടനം ചെയ്തു. പ്രശാന്ത് പാറേക്കുടിയിൽ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് ഫിലോമിന ജോണി, മേഴ്സി മണി, ടി.പി. വർക്കി, ഡോക്ടർ അനു പ്രസാദ്, പി.എസ്. സ്റ്റാൻലി, സിന്ധു ടോമി എന്നിവർ സംസാരിച്ചു. പലപ്പോഴും പല മക്കളും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഈ പ്രായമായ മാതാപിതാക്കൾ വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുകയാണ്. അവരെ നോക്കുന്നതിന് വേണ്ടി കൂലിക്ക് ആളെ രാവിലെ വന്ന് വൈകിട്ട് പോകുന്നവർ അല്ലെങ്കിൽ വൈകിട്ട് രാത്രികാലങ്ങളിൽ കൂട്ടുകിടക്കാൻ വരുന്നവരെ ഒക്കെ ഏർപ്പാട് ചെയ്യുന്ന ഒരു സമ്പ്രദായമുണ്ട്. പലപ്പോഴും മരണ ചടങ്ങുകളിൽ പോലും എത്തിച്ചേരാൻ കഴിയാതെ വീഡിയോ കോളിലൂടെ അല്ലെങ്കിൽ മൊബൈൽ ആപ്പിലൂടെ അവരുടെ ശവസംസ്കാര ചടങ്ങ് കാണുന്ന മക്കൾ വരെ നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നത് സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടം, അങ്ങനെയുള്ള സാമൂഹ്യ വ്യവസ്ഥിതി സംജാതമായി കഴിഞ്ഞപ്പോൾ നമുക്ക് അതിനെ തടയാൻ, അതിനെ മാറ്റാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇത്തരത്തിലുള്ള ഒരു സാമൂഹിക കാഴ്ചപ്പാടിന് മാറിയാൽ മാത്രമേ നമ്മുടെ വയോജനങ്ങൾക്ക് ഇനിയും സമൂഹത്തിൽ വിലയുണ്ടാവുകയുള്ളൂ എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ഞാൻ കൂടുതലായിട്ട് ദീർഘിക്കുന്നില്ല. നിങ്ങളിൽ ഒരുപാട് പേർക്ക് കലാപരിപാടികൾ അവതരിപ്പിക്കാൻ അറിയാം. പണ്ടൊക്കെ നല്ല പാട്ട് പാടുന്ന അപ്പച്ചമാരും അമ്മച്ചിമാരും ഉണ്ടായിരുന്നു. അവർക്ക് വീണ്ടും പാട്ട് പാടുന്നതിന് അല്ലെങ്കിൽ അവരുടെ കലാവാസനകൾ അവതരിപ്പിക്കാനുള്ള അവസരം ഇവിടെ ലഭ്യമാണ്. അതിനുശേഷം ഞങ്ങൾ ഇവിടെ ഏർപ്പാട് ചെയ്തിരിക്കുന്ന സുഭാഷ് അറുകര എന്ന കേരള ഫോക്ക് റോഡ് അവാർഡ് ജേതാവ് ഇവിടെ വന്ന് നാടൻ പാട്ടിൻ്റെ ഒരു കലാവിരുന്ന് അവതരിപ്പിക്കും. ഉച്ചഭക്ഷണത്തോടുകൂടി നമ്മളുടെ ഈ പരിപാടി അവസാനിപ്പിക്കും. ഇന്ന് ഈ ക്യാമ്പിൽ മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടിട്ട്, ചിറ്റാരിക്കാലിലെ ജനമൈത്രി പോലീസ് ഈ ക്യാമ്പിന്റെ അവസാന സമയത്ത് ഇവിടെ എത്തും. നിങ്ങളുടെ പ്രശ്നങ്ങൾ, എന്തെങ്കിലും പ്രശ്നങ്ങൾ, നിങ്ങൾക്ക് പരാതികളല്ല, നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുവാനും, എന്തെങ്കിലുമൊക്കെ പരാതികളുണ്ടെങ്കിൽ ആ പരാതികൾ കേൾക്കാനും, അവയ്ക്ക് പരിഹാരം നിർദ്ദേശിക്കാനും പരിഹാരം കണ്ടെത്താനും ഈ ചിറ്റാരിക്കാലിലെ ജനമൈത്രി പോലീസ് ഏകദേശം 1:30 കഴിയുമ്പോൾ 2 മണിയോടുകൂടി ഇവിടെ എത്തും. അവർ ക്യാമ്പിന്റെ ഭാഗമല്ല, പക്ഷെ എന്നിരുന്നാലും നിങ്ങളിവിടെ എത്തുമ്പോൾ നിങ്ങളുടെ കൂടെ ഇത്രയും ആളുകളെ കാണുന്നതിന് അവർക്ക് വളരെ സന്തോഷമുണ്ട് എന്നറിയിച്ചിട്ടുണ്ട്. ആ സേവനവും നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ശ്രീ ശങ്കരാചാര്യയിൽ +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ. വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ്. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, ലാബുകൾ. മർച്ചന്റ് സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ്, ചെറുപുഴ.